ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഒരു പേപ്പറിൽ വരച്ചെടുക്കുക. എന്നിട്ടത് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്തിപ്പോൾ മെഴുക് കളറാണുള്ളത്, അതായത് ഓയിൽ പേസ്റ്റേഴ്സ് ഇല്ലേ, അതാണുള്ളത്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് സ്കെച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. പിന്നെ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക. കുറച്ച് വൈറ്റ് പോർഷനും കൂടെ കൂട്ടിയിട്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടുള്ള പേപ്പർ ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ വാൾ സ്റ്റിക്കേഴ്സില്ലേ, അതിൻ്റെ ബാക്കിലുണ്ടാവുന്ന ബാക്കി വരുന്ന ഭാഗമല്ലേ, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, പേപ്പർ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി അതില്ലാന്നാണെങ്കിൽ മറ്റേ ബട്ടർ പേപ്പർ ഉണ്ടാവില്ലേ, കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണേ, അങ്ങനത്തത് യൂസ് ചെയ്യുക. പിന്നെ മറ്റേ ഗ്ലാസ് പെയിൻ്റൊക്കെ ചെയ്യുന്ന ഗ്ലാസ് ഉണ്ടാവില്ലേ, അങ്ങനത്തതൊക്കെ യൂസ് ചെയ്യട്ടോ. പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. ഇനി ഞാനത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടാം. എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യമാണ്, ഇനി അത് ആരെങ്കിലും ട്രൈ ചെയ്തോണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ആ പേപ്പറിന് ആദ്യം സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് പിന്നെയും സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് അത് വെട്ടിയെടുത്തു. അപ്പോൾ ഇത് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ ഉണ്ടാക്കിയ മണി ബോക്സുമ്പോൾ ഒട്ടിച്ച് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാം. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്നും പൈസ കൊടുത്ത് മേടിക്കണ്ട, നമുക്ക് വീട്ടിൽ നമ്മളുള്ള സാധനം വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.